മോഹൻലാൽ ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളുടെ ഒക്കെ റിലീസ് തീയതികൾ പങ്കുവച്ചുകൊണ്ടുള്ള മോഹൻലാൽ സിനിമയുടെ അപ്ഡേറ്റ്. ഇത് ആരാധകരെ ശരിക്കും അതിശയപ്പെടുത്തി. ഇനി ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന ചിത്രത്തിന്റെയും റിലീസിംഗ് ഡേറ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആശീർവാദ് സിനിമാസ് മോഹൻലാൽ സിനിമകളുടെ റിലീസ് തീയതി പങ്കുവച്ചത്. ആശീർവാദിന്റെ പ്രൊഡക്ഷനിലെത്തുന്ന സിനിമകളൊക്കെ, ആശീർവാദ് റിലീസ് നടത്തുന്ന സിനിമകളൊക്കെ റിലീസ് എന്നാണെന്നുള്ളത് അറിയിച്ചു കഴിഞ്ഞു. അതിലെ മേജർ റിലീസ് ഈ വർഷം തന്നെ ഇറങ്ങുകയാണ് ബറോസ് എന്ന 3D ചിത്രം. മോഹൻലാലിന്റെ സംവിധാനത്തിലെത്തുന്ന ഈ 3D ചിത്രം 3Dയിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ചിത്രമാണ്. 3Dയിൽ അല്ലാതെ ഈ ചിത്രം ഇറങ്ങുന്നതുമില്ല. ചിത്രത്തിന്റെ ട്രെയിലർ പോലും നിങ്ങൾ 3Dയിൽ കാണേണ്ടതാണ് എന്നാണ് പലരുടെയും അഭിപ്രായം. അണിയറ പ്രവർത്തകരും അത് തന്നെയാണ് പറയുന്നത്. വെർച്വൽ 3D രീതിയിലാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഡിജിറ്റലായി ഈ ചിത്രത്തിന്റെ ട്രെയിലർ അവതരിപ്പിച്ചത്. അതും ഒരു വിസ്മയമായിരുന്നു. ബറോസ് മുഴുവനായി 3Dയിലാണ് ചിത്രീകരിച്ചത്. 3D സിനിമകൾ ഇപ്പോഴും എടുക്കുന്നവർ 3Dയിലൊന്നും അല്ല ചെയ്യുന്നത്, 2Dയിൽ ചെയ്തിട്ട് 3Dയിലേക്ക് മാറ്റുകയാണ്. ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ സിനിമകളും അങ്ങനെയാണ് ചെയ്യുന്നത്. 2 ദിവസം ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരും മതിയാക്കും. ഇത് പക്ഷേ മുഴുവൻ 3Dയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് ചെയ്യാൻ ഭയങ്കര പാടാണ്. ലാലിന് സിനിമയോടുള്ള പാഷൻ കാരണം മുഴുവൻ 3Dയിൽ തന്നെ ഷൂട്ട് ചെയ്തു എന്നതാണ് ഇതിനെക്കുറിച്ച് സന്തോഷ് ശിവൻ എന്ന ക്യാമറാമാൻ പറഞ്ഞു വയ്ക്കുന്നത്. മോഹൻലാലിന്റെ ഇത്രയും വർഷത്തെ സിനിമാ അനുഭവം ഒരു സിനിമയിൽ നമുക്ക് സംവിധായകന്റെ റോളിൽ കാണാൻ കഴിയും. ഞാൻ അറിയുന്ന കാലം തൊട്ട് സിനിമയോടുള്ള മോഹൻലാലിന്റെ പാഷൻ എനിക്കറിയാം. ഞങ്ങൾ പടമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും. അദ്ദേഹത്തിന്റെ ഫ്രെയിമിംഗ് ഒക്കെ നല്ലതാണ്. മഹാമാരി കാലത്ത് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പടം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വിഷ്വൽ സെൻസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. അങ്ങനെ ഒരു സംവിധായകനോടൊപ്പം വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അഭിനയത്തിൽ പിന്നെ അദ്ദേഹം ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണല്ലോ. സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേറൊരു സിനിമയുടെയും സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഒരു സിനിമയുടെയും റെഫറൻസ് എടുത്തിട്ടില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഷൂട്ടിംഗ് സമയത്ത് മനസ്സിൽ തോന്നുന്നത് പോലെ ചെയ്യും. അത് നമുക്ക് വളരെ താല്പര്യം തോന്നിയ കാര്യമാണ്. ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചു, അണ്ണ എന്തിനാണ് ഇങ്ങനെയൊരു പടം ചെയ്യുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സന്തോഷേ, ഇങ്ങനെയൊരു പടം നമ്മളല്ലെങ്കിൽ പിന്നെ വേറെ ആര് ചെയ്യും? കൊമേഴ്ഷ്യലായ സിനിമകൾ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യുന്നില്ലേ? നമ്മൾ ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തത വേണ്ടേ? കുറച്ചുകൂടി റീച്ച് ഉള്ള സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു. സിനിമയിലെ നായിക ഒരു ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയാണ്. മോഹൻലാലിനേക്കാൾ ആ കുട്ടിക്കാണ് കൂടുതൽ പ്രാധാന്യം. അവർ തമ്മിലുള്ള ഒരു വൈകാരിക അടുപ്പമാണ് കഥ. അതിന്റെ കൂടെ ചരിത്രവും മിത്തോളജിയും എല്ലാം ഉണ്ട്. ബറോസ് എന്ന് പറയുന്നത് ഒരു നാടോടി കഥ ആണല്ലോ. ഈ സിനിമയിൽ ഫ്രഞ്ച്, സ്പാനിഷ്, ആഫ്രിക്കൻ തുടങ്ങിയ പല രാജ്യത്തിലുള്ള താരങ്ങളുണ്ട്. അങ്ങനെ വലിയൊരു ഗ്ലോബൽ സിനിമയാണ് ബറോസ്. കൊമേഴ്ഷ്യൽ സിനിമ ആണെങ്കിലും ഒരു ഫാന്റസി സിനിമയാണിത്. ട്രെയിലറൊക്കെ കാണുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് മനസ്സിലായി കാണും. പ്രേക്ഷകർ ഇനി കണ്ടിട്ട് വിലയിരുത്തട്ടെ. മോഹൻലാലിന്റെ പാഷനും വിഷനും എല്ലാം പടത്തിൽ പ്രകടമായിട്ടുണ്ട്. എല്ലാവർക്കും വലിയൊരു അനുഭവമായിരിക്കും ഈ സിനിമ. മോഹൻലാൽ സാറിന് സംവിധാനത്തോടൊപ്പം ആ കഥാപാത്രം ചെയ്യുന്നത് ഒട്ടും ബുദ്ധിമുട്ട് ഇല്ലായിരുന്നു. അഭിനയിക്കുന്നതിനെ പറ്റി ഒന്നും ആലോചിക്കില്ല. അവിടെ ചെന്ന് നിന്ന് അങ്ങ് ചെയ്യും. അദ്ദേഹം ആരോടും ദേഷ്യപ്പെടില്ല. സെറ്റിലെ ഏറ്റവും കൂളായിട്ടുള്ള ആളാണ് അദ്ദേഹം. ക്രൂവിനൊക്കെ വലിയ സന്തോഷമായിരുന്നു. എന്നെ ഇടയ്ക്കിടെ കളിയാക്കും. അടുത്ത പടത്തിൽ ഇദ്ദേഹം വേണ്ട എന്നൊക്കെ പറയും. നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് അദ്ദേഹം. നമ്മൾ സിനിമയോടൊപ്പം യാത്ര ചെയ്യുന്നത് കൊണ്ട് നമുക്കെല്ലാം സിനിമയെപ്പറ്റി വളരെ പോസിറ്റീവായ അനുഭവമാണ്. ഇനി പ്രേക്ഷകർ കാണുമ്പോൾ പടം എങ്ങനെയെന്ന് അവർ തീരുമാനിക്കട്ടെ. ബറോസിനെ കുറിച്ച് സന്തോഷ് ശിവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. മോഹൻലാൽ എന്ന നടന്റെ പാഷനും വിഷനും എല്ലാം ഒത്തിണങ്ങുന്ന ഒരു ചിത്രമായി മാറുകയാണ് ബറോസ് എന്ന ചിത്രം.